പുണ്യപിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിലെ പുണ്യപിതാവിൻ്റെ സ്വന്തം ഭവനം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഞാൻ വരുന്നത് ഒരു തീർത്ഥാടകനെ പോലെയാണ്. നമ്മുടെ സഭയുടെ എല്ലാ നിയോഗങ്ങളും പിതാവിൻ്റെ പുണ്യപാദങ്ങളിലെ അർപ്പിച്ചുകൊണ്ട് പിതാവ് സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥനാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുർബാന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്കൊപ്പം നമ്മുടെ സഭയുടെ ഈ കാലഘട്ടത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ തമ്പുരാൻ്റെ മുൻപിലെ പുണ്യപിതാവ് മധ്യസ്ഥനാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുർബാന അർപ്പിക്കുന്നത്. ചാവറപിതാവിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പഠിക്കാൻ കാരണമായത് ഞാൻ റോമിൽ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ വൈദിക പരിശീലനം ആധുനികവൽക്കരിക്കുന്ന പ്രക്രിയയിലെ ആ കാലഘട്ടത്തിലെ ചരിത്ര രേഖകൾ പരിശോധിക്കുകയൊക്കെയായിരുന്നു എനിക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്ന വേളയിലാണ് വന്യനായ പുണ്യപിതാവിൻ്റെ ദൂരക്കാഴ്ചയുള്ള വലിയ നിലപാടുകൾ നമ്മുടെ സഭയുടെ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള കെട്ടുറപ്പിനും ശാക്തീകരണത്തിനൊക്കെ പിതാവ് ചെയ്തിട്ടുള്ള വലിയ കാൽവെപ്പുകളൊക്കെ എനിക്ക് കണ്ട് പഠിക്കാനും അതൊക്കെ നമ്മുടെ സഭയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയാനൊക്കെ എനിക്ക് കഴിഞ്ഞത്. തോമസ് ലീഹ നമ്മുടെ സഭ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. ഓരോ കാലഘട്ടത്തിലും സഭയെ പുതുക്കാനും മുന്നോട്ട് നയിക്കുവാനും സഭയ്ക്ക് ധാരാളം നേതൃത്വം നൽകിയ പുണ്യപിതാക്കന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയുടെ പുതുക്കലിന്, സിറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വന്യപിതാവ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അതിശയോക്തി ഉണ്ടായിട്ട് തോന്നുന്നില്ല. അത് യാഥാർത്ഥ്യങ്ങളുടെ ഒരു ആവിഷ്കരണം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ചാവറപിതാവിൻ്റെ ലിഖിതങ്ങളിലും ചാവറപിതാവിൻ്റെ ജീവിത ശൈലിയിലൊക്കെ പിതാവ് പുലർത്തുന്ന ഒരു ക്രൈസ്തവ കുലീനതയുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തറവാടിത്തമുണ്ട്. അത് ഈ നാട് പിതാവിനെ മുലപ്പാലിനോടൊപ്പം കൊടുത്തിട്ടുള്ളതാണ്. പിതാവിൻ്റെ കാഴ്ചപ്പാടുകളും പിതാവിൻ്റെ വീക്ഷണങ്ങളും സാർവത്രിക സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് പിതാവ് നടത്തിയിട്ടുള്ള കഠിനാധ്വാനമൊക്കെ ഒരുപക്ഷെ ചാവറ പിതാവിൻ്റെ നേതൃത്വം നമുക്കില്ലായിരുന്നുവെങ്കിൽ സിറോ മലബാർ സഭ ഒരുപക്ഷെ ഇന്ന് കത്തോലിക്ക കൂട്ടായ്മയിലെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വരുന്ന ഒരു കാലയളവിലൊക്കെ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, മിഷണറിമാർക്ക് നമ്മുടെ സഭയെ മനസ്സിലാക്കാനും നമ്മുടെ സഭയെ ചേർത്ത് പിടിക്കാനും നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമ്മെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ അറിവ് കുറവ് കൊണ്ടുണ്ടായ ചില വികല്പങ്ങൾ, അത് നമ്മുടെ സഭയിലുണ്ടാക്കിയിട്ടുള്ള വലിയ ആന്തരികമായിട്ടുള്ള മുറിവുകൾ ആ കാലഘട്ടത്തിലൊക്കെ സഭയോടും പരിശുദ്ധ സിംഹാസനത്തോടും വിധേയത്വത്തോടുകൂടെ നിൽക്കണമെന്ന് നമ്മുടെ കാരണവന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലെ ചാവറപിതാവ് നൽകിയിട്ടുള്ളൊരു നേതൃത്വം, ചാവറപിതാവിൻ്റെ സംഭാവനകൾ അത് അത്ഭുതാവഹമാണ്, അത് അനിതര സാധാരണവുമാണ്. ചാവറപിതാവ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മൾ വരാപ്പുഴ
1887 റിച്വൽ സെപ്പറേഷൻ ലത്തീൻ സഭയുടെ ഉള്ളിൽ നിന്ന് സീറോ മലബാറുകാരെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്നത്. ഈ കാലഘട്ടം വളരെ രൂക്ഷമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിലെ സഭയുടെ തനിമ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമ്മുടെ കാരണവന്മാരെ പഠിപ്പിച്ച വലിയ പാഠപുസ്തകമാണ് ചാവറപ്പിതാവ്. ചാവറപ്പിതാവിൻ്റെ ചില എഴുത്തുകളിലെ കർത്താവിൻ്റെ സുവിശേഷത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഉപമ ചാവറപ്പിതാവ് എടുത്ത് ഉദാഹരിക്കുന്നുണ്ട്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമേ ഫലം പുറപ്പെടുത്താൻ കഴിയൂ. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമേ ഫലം പുറപ്പെടുത്താൻ കഴിയുകയുള്ളൂ. പ്രതിസന്ധികളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം, ചിലപ്പോഴൊക്കെ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിൽ വിധേയത്വത്തോടും അനുസരണത്തോടും കൂടെ ഒരു സഭയായിട്ട് നിലകൊള്ളണമെന്ന് നമ്മുടെ കാരണവന്മാരെ പഠിപ്പിക്കാൻ ദൈവം ആ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയ ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ചാവറപ്പിതാവ്. സീറോ മലബാർ സഭ ഒരിക്കൽ പോലും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നോ പരിശുദ്ധ സിംഹാസനത്തുമായുള്ള ബന്ധത്തിൽ നിന്നോ വേർപെട്ടിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ള കാലഘട്ടത്തിലും സീറോ മലബാർ സഭ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിശുദ്ധ സിംഹാസനത്തോടും പരിശുദ്ധ മാർപ്പാപ്പയോടും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലും ഉറച്ചു നിൽക്കാൻ ചാവറപ്പിതാവിൻ്റെ കാലഘട്ടത്തിലെ പിതാവ് നൽകിയിട്ടുള്ള നേതൃത്വം കൈനികരിക്കാരെ അഭിമാനത്തോടുകൂടെ ഓർക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും പൊട്ടിപ്പോകാതെ ഇതിനെ മുഴുവൻ ഒന്നിച്ച് നമുക്കറിയാം, 24 പൗരസ്ത്യ സഭകളിലെ ആൾബലം കൊണ്ടും സംഘടിത ശക്തി കൊണ്ടും ഏറ്റവും വലിയ സഭ സീറോ മലബാർ സഭയാണ്. ഈ പൗരസ്ത്യ സഭ ഒരിക്കൽ പോലും ഛിന്ന ഭിന്നമാകാതിരിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ മാതൃത്വത്തിൻ്റെ മടിത്തട്ടും പിതൃത്വത്തിൻ്റെ വിവേകവും സീറോ മലബാർ സഭയ്ക്ക് നൽകിയത് ചാവറപ്പിതാവാണ്. ചാവറപ്പിതാവ് കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്ത നിങ്ങളോടൊന്ന് പറയട്ടെ. നമ്മൾ നമ്മുടെ സ്കൂളുകളെ വിളിക്കുന്നത് പള്ളിക്കൂടമെന്നാണ്. ഒരുപക്ഷെ ഈ പേര് തന്നെ ചാവറയച്ചൻ ചാർത്തിയ ഒരു ആഭരണമാണ്. അച്ഛൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീട്ടൂരമുണ്ട്, ഇടയലേഖനം പോലെ എഴുതിയ ഒരു തീട്ടൂരമുണ്ട്. പള്ളിക്കൊത്തൊരു പള്ളിക്കൂടമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പള്ളി എവിടെയുണ്ടോ അവിടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കൂടമുണ്ടാകണം. ഇന്ന് ഭാഷാന്തരം ചെയ്യാതെ ചാവറയച്ചൻ കൊടുത്ത പേര് നമ്മുടെ പള്ളിക്കൂടങ്ങൾ. ഇന്ന് നിങ്ങൾ ഡിക്ഷണറിയെ നോക്കിയാൽ ആ പേരിന് ഒരു മാറ്റവുമില്ല. പള്ളിക്കൂടങ്ങൾ, പള്ളിയുടെ അനുബന്ധമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് വിദ്യാഭ്യാസം. ഇന്ന് സീറോ മലബാർ സഭ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിലാണ്. 10ാം ക്ലാസ് പാസ്സാകാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പഠിക്കാത്തവൻ ദൈവത്തിൻ്റെ വഴിയിലല്ല എന്ന് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. പിതാവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കത്തിൽ പറയുന്നൊരു വചനം എന്നെ അത്ഭുതപ്പെടുത്തി. അറിവുള്ളവനെ തിരിച്ചറിവുണ്ടാവുള്ളൂ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അറിവുള്ളവനെ തിരിച്ചറിവുണ്ടാവുള്ളൂ. പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ ഒരു നേതൃത്വം ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ചോറ് വയ്ക്കുന്നതിന് മുമ്പ് ഒരു പിടി അരി അമ്മ വാരി മാറ്റി വയ്ക്കും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് അമ്മ ഇത് ആർക്കാ, അത് ആവശ്യമുണ്ട്. ഞാനതേക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാറില്ല. പക്ഷെ നമ്മെ പഠിപ്പിച്ച പിടിയരി, ഇത് ചാവറയച്ചൻ്റെ ഓർമ്മയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഓഹരി സഭയുടെ ആവശ്യങ്ങൾക്കും സഭയുടെ സാമൂഹ്യ ശുശ്രൂഷകൾക്കും കൊടുക്കണമെന്ന് സഭയെ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രവാചക തുല്യമായ സാന്നിധ്യം. പിടിയരി
ആ വാക്കിന് എത്ര മനോഹരമായിട്ടുള്ള, അതിനൊന്നും ഇന്ന് ഒരു മലയാള ഭാഷയുടെ ആധുനികവൽക്കരണത്തിൽ ഒന്നും മാറ്റാനില്ല. നീ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം, ഒരു പിടി അരി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നീ മാറ്റിവെക്കണം. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ശാവറപിതാവിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ സ്ലീഹന്മാരോട് പറഞ്ഞു, ഇവർ കുറേ നേരമായി എൻ്റെ ചുറ്റും ഇരിക്കുന്നു, അവർക്ക് വിശക്കുന്നുണ്ട്. പത്രോസോടനെ പറഞ്ഞ് എന്താണെന്നറിയാം, അന്ത്രയോസും പത്രോസും കൂടെ കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നറിയാം, 5000 ആണുങ്ങളുണ്ട്, ഇരട്ടി പെണ്ണുങ്ങളുണ്ടാകും, 3 വെച്ച് കൂട്ടിയ കുഞ്ഞുങ്ങൾ, ഒരു പ്രളയം ഉണ്ടാകും. അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ച് കടകൾ പൂട്ടി ഇവർ വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ ഇപ്പം തന്നെ പിരിച്ച് വിടണം. കർത്താവ് അവരോട് പറയുന്ന ഒരു വചനമുണ്ട്, മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. ഇല്ല, അവരെ വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഫിലിപ്പോസും അന്ത്രയോസും ബർത്തലോമിയും കൂടെ തപ്പി നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് പറഞ്ഞു, അമ്മ വാഷ്റൂമിൽ പോയിരിക്കുക, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്. ഈ ചാച്ച കുറേ നേരം പ്രസംഗിക്കുന്ന ഒരാളാണ്, അപ്പോൾ വിശന്നാൽ കരയാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാ. അമ്മ വരുമ്പോൾ ചെക്കനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുപോയി. കർത്താവ് ചോദിച്ചു, തരുമോ മോനെ? കൊച്ചനത് കൊടുത്തു. കർത്താവ് അതെടുത്ത് ഉയർത്തി, അതെടുത്ത് വാഴ്ത്തി, അതെടുത്ത് മുറിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ബാക്കി വന്നത് 12 കൊട്ട നിറയെ. ഈ നിറഞ്ഞ 12 കൊട്ട നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഔദാര്യമാണ്. നമ്മുടെ നിറവ് കൊടുക്കുന്നതിലാണ്. നമ്മെ അത് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് ചാവറപിതാവ്. പിടിയരി, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു പിടിയരി മാറ്റിവെക്കുക. നമ്മൾ ചിലപ്പോഴൊക്കെ സമരങ്ങളുണ്ടാകുമ്പോൾ പള്ളിയെ കല്ല് ചുമന്നും പിടിയരി വിരിച്ചും പടുത്തുയർത്തിയ പാഠശാലകൾ എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ സ്കൂളുകളുടെ പിറകിലൊക്കെ ഒരുപാട് കണ്ണുനീര് വീണിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനതുകൊണ്ട് പറയും, നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചരിത്രം നമ്മുടെ നെഞ്ചിൽ ചാർത്തിയ ഒരു തീട്ടൂരത്തിൻ്റെ പേരാണ് പള്ളിക്കൂടം. നമ്മുടെ ശിരസിൽ വെച്ച ഒരു കിരീടത്തിൻ്റെ പേരാണ് പള്ളിക്കൂടം. അതെടുത്ത് മാറ്റാൻ ആർക്കും പറ്റില്ല. പള്ളി നടത്തുന്ന കൂടം, പള്ളിയുടെ അക്ഷര അഭ്യാസം നടത്തുന്ന ഇടം. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ കൈനികിരിക്കാരെ ചാവറയച്ചൻ്റെ ശുശ്രൂഷകൾ എത്ര വലുതാണെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളോട് നടത്തിയ ഒരു ഇടപെടൽ, ഒരു അഭിപ്രായ പ്രകടനമാണിത്. പ്രിൻറ്റിംഗ് പ്രസ് കത്തോലിക്ക സഭയിലെ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ആംഗ്ലിക്കൻ മിഷണറിമാരാണ്. ആദ്യത്തെ പ്രസ്സുകളെല്ലാം തന്നെ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരാണ് കേരളത്തിൽ തുടങ്ങിയത്. പക്ഷെ കത്തോലിക്ക സഭയിലെ ആദ്യമായിട്ട് അച്ചടി മുദ്രയും പുസ്തക പ്രസാധനവും തുടങ്ങിയത് മാന്നാനത്താണ്. മാന്നാനം പ്രസ്സിലാണ് ആദ്യമായിട്ട് പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള സൗകര്യങ്ങൾ ചാവറയച്ചൻ ചെയ്തത്. എത്ര ദൂരക്കാഴ്ചയുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്രയോ വലുതായിരുന്നു. ഞാനും നിങ്ങളും ഇതൊന്നും ചരിത്രത്തിൽ മറക്കാതെ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പൗരാണികത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. തോമസ് ലീഹായിൽ നിന്ന് വന്ന ഒരു സഭ, അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ പൈതൃകം പേറുന്നൊരു സഭ. പക്ഷേ ഈ സഭ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് പുതുക്കപ്പെട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ചാവറപിതാവാണ്. പുസ്തക പ്രസാധനത്തിലൂടെയും അതുപോലെ ആത്മീയ നവീകരണങ്ങൾ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ പള്ളികളിൽ ഇന്ന് നടക്കുന്ന ഇടവക ധ്യാനങ്ങൾ, നമുക്കറിയാം നോമ്പ് കാലത്തൊക്കെ ഉള്ള ഇടവക ധ്യാനങ്ങൾ, അതൊക്കെ ചാവറയച്ചൻ നമ്മുടെ സഭയുടെ ആത്മീയ നവീകരണത്തിന് വേണ്ടി നടത്തിയ പ്രവാചക തുല്യമായിട്ട് ഇടപെടലുകളുടെ തിരുശേഷിപ്പുകളാണ്. 13 മണിക്കൂർ ആരാധന, 40 മണിക്കൂർ ആരാധന, നിത്യാരാധന. നമുക്കറിയാം ആദ്യമായിട്ട് 40 മണിക്കൂർ ആരാധനകൾ ചാവറപിതാവ് ആസൂത്രണം ചെയ്തത് ആശ്രമങ്ങളിലാണ്. എൽത്തുരുത്തിലെ, വാഴക്കുളത്ത്, മാന്നാനത്ത്. പിന്നെ അത് പരിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തിയായിട്ട് വളർന്നു. അനുദിന ദിവ്യബലി
നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് ചാവറപ്പിതാവ് നടത്തിയ വലിയ പരിശ്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ CMI സഭയുടെ സ്ഥാപനം, പോരുക്കര തോമാച്ചനും പാലക്കൽ തോമാച്ചനും ഒക്കെ ചാവറപ്പിതാവിനേക്കാൾ വളരെ സീനിയേഴ്സാണ്. പക്ഷേ ചാവറപ്പിതാവ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് അവർ കടന്നുപോയിട്ടാണെങ്കിൽ പോലും ചാവറപ്പിതാവ് നടത്തിയ ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടലാണ് കർമ്മലീത്ത സന്യാസ സമൂഹവും സന്യാസിനി സമൂഹവും സ്ഥാപിച്ചത്. CMI and CMC, ഈ രണ്ട് സന്യാസ സമൂഹങ്ങൾ കേരള സഭയുടെ ഇടതും വലതും ചിറകുകളാണ്. കേരള സഭ ഇന്ന് ഉയർന്നു പറക്കുന്നുണ്ടെങ്കിൽ ആ ഉയർന്നു പറക്കാനായിട്ട് സഭയെ ബലപ്പെടുത്തിയ രണ്ട് ചിറകുകൾ, അത് ചാവറയച്ചൻ്റെ വലിയ നേട്ടങ്ങളുടെ ബാക്കി പത്രമാണ്. ഇന്ന് CMI സഭ എനിക്ക് തോന്നുന്നു 3000-ഓളം വൈദികരുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. ധാരാളം സെമിനാരിക്കാരും ധാരാളം പള്ളിക്കൂടങ്ങളും ധാരാളം സർവകലാശാല വിദ്യാലയങ്ങളും ധർമാരാം പോലുള്ള വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് ഇളക്കി മറിച്ചത്, വിത്ത് പാകിയത്, വെള്ളമൊഴിച്ച് നനച്ചത്, അതെല്ലാം ചാവറപ്പിതാവിൻ്റെ വലിയ കാഴ്ചപ്പാടുകളും നേതൃശുശ്രൂഷയുടെ തിരുശേഷിപ്പുകളുമാണ്. ഇന്ന് CMI സഭ ആഫ്രിക്കയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ഉഗാണ്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ CMI ചമാച്ചന്മാരെ കണ്ടു. പട്ടായിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പട്ടമായിട്ട് ചമാച്ചന്മാരെ കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ മലയാളികളല്ലല്ലോ? അല്ല, ഞങ്ങൾ CMIക്കാരാണ്. ചാവറയച്ചൻ്റെ നേതൃത്വം ഇന്ന് സഭ പുതിയ മേഖലകളിലേക്ക് തുറന്നു വിടുകയാണ്. സിറോ മലബാർ സഭ മിഷനിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ സിംഹാസനം നമുക്ക് അനുവാദം നൽകിയപ്പോഴും നമുക്ക് ലഭിച്ച ആദ്യത്തെ 8 രൂപതകൾ, വികാരിയാത്തുകളെ, അപ്പസ്റ്റോലിക് എക്സാർക്കേറ്റിലെ 6 സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്തത് CMI സന്യാസ സമൂഹമാണ്. ഞാനിതെല്ലാം പറയുന്നത് ഈ കൈനഗിരിയിൽ നിന്ന് ചാവറയച്ചൻ പീഠത്തിൽ കൊളുത്തിവെച്ച ഈ വിളക്ക്, ഈ സന്യാസ സമൂഹങ്ങൾ, ഇവയുടെ വെളിച്ചം ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചാവറപ്പിതാവിനോടുള്ള ഒരേ ഒരു പ്രാർത്ഥന, ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് സിറോ മലബാർ സഭയെ ചാവറപ്പിതാവ് സ്വർഗത്തിലിരുന്ന് ബലപ്പെടുത്തണം. നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. പ്രതിസന്ധികളൊക്കെ ആന മുഴുപ്പൊന്നുമില്ലെന്ന് ഞാൻ കരുതുന്ന ഒക്കെ കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികളാണ്. അതെല്ലാ കാലഘട്ടത്തിലും നമ്മളോടൊപ്പം ഉള്ളതാണ്. അതൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. ചാവറപ്പിതാവും എപ്രാസ്യമയും അൽഫോൻസമ്മയും ഒക്കെ, ചേവേപ്പറമ്പിൽ കുഞ്ഞച്ചനും റാണി മരിയായും ഒക്കെ സ്വർഗത്തിലിരുന്ന്, മറിയന്ത്രേസ്യയൊക്കെ സ്വർഗത്തിലിരുന്ന് നമുക്ക് മാധ്യസ്ഥം വഹിക്കും. പക്ഷെ അവരുടെ മാധ്യസ്ഥത്തിന് നേതൃത്വം കൊടുക്കാൻ ചാവറപ്പിതാവ് മുന്നിലുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സഭ ഒരു കുടുംബമാണ്. ആ കുടുംബം കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്വവുമാണ്. കരങ്ങൾ കോർത്തു പിടിക്കാൻ, ഒന്നിച്ച് നിൽക്കാൻ, നമുക്ക് നമ്മുടെ കാലഘട്ടം നമുക്ക് നൽകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ചാവറപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കുർബാന അർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്കൊപ്പം സിറോ മലബാർ സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. കർത്താവ് ചാവറപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.